നമ്മുടെ ഒരു കാലത്ത് RCCയുടെ മേധാവിയായിരുന്ന ഡോക്ടർ BP ഗംഗാധരൻ്റെ ജീവിതമെന്ന അത്ഭുതമെന്ന അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവക്കുറിപ്പ് ഏതൊരു മനുഷ്യനും നൊമ്പരപ്പോടുകൂടി മാത്രമേ അത് വായിക്കാൻ കഴിയൂ. അദ്ദേഹം ആ അനുഭവക്കുറിപ്പിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു വർഷം മുമ്പാണ് ഖാദർ സാഹിബും ആമിന ഉമ്മയും എൻ്റെ അടുക്കൽ ചികിത്സയ്ക്ക് വന്നത്. ഓവറിയിലായിരുന്നു രോഗം. വീർത്തുന്തിയ വയറ്റിനുള്ളിൽ അർബുദത്തിൻ്റെ കോശങ്ങൾ സൃഷ്ടിച്ച വെള്ളം കെട്ടിക്കിടക്കുന്ന അവരുടെ അടഞ്ഞ കണ്ണുകളിൽ ഒഴുകിയിറങ്ങുന്ന കണ്ണീർ ഞാൻ കണ്ടു. ആ ഡോക്ടർ ഒരുപാട് ചെക്കപ്പൊക്കെ നടത്തിയതിന് ശേഷം അവസാനം ഖാദർ സാഹിബ് എന്ന ആ ആമിന ഉമ്മയുടെ പ്രായമുള്ള ആ ഭർത്താവ് ചോദിച്ചു, എൻ്റെ ആമിന ഉമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, കുഴപ്പമുണ്ടോ, ചികിത്സിച്ചത് ഭേദപ്പെടുത്താം. ക്യാൻസറാണ് രോഗമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആ ഡോക്ടറുടെ ശരീരത്തിലേക്ക് ബോധരഹിതനായി ഖാദർ സാഹിബ് മറഞ്ഞു വീണു. നേഴ്സുമാരും ഡോക്ടറുമൊക്കെ തൂക്കി തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കടുത്ത ഹൃദ്രോഗിയായ ആ മനുഷ്യൻ പെട്ടെന്നൊരു ഹൃദയാഘാതത്തിലേക്ക് മാറി. 2-3 ദിവസം ബോധമില്ലാതെ കിടന്നതിന് ശേഷം 3-4 ദിവസം കഴിഞ്ഞ് അദ്ദേഹം ബോധം തെളിഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആമിന ഉമ്മയുടെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചോദിക്കുന്നത്. ഖാദർ സാഹിബ് രോഗത്തിൽ നിന്ന് സുരക്ഷിതമായി ആമിന ഉമ്മയെ കാണാൻ വേണ്ടി വരുമ്പോൾ ഡോക്ടറും കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ BP ഗംഗാധരനും. ഖാദർ സാഹിബ് എന്ന ആ പ്രായമായ പിതാവ് ഭർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ തേങ്ങിക്കരഞ്ഞുകൊണ്ട്, എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എവിടെയാണ് പോയത്? കുറേ നേരം കരഞ്ഞതിന് ശേഷം പറഞ്ഞു, ഇല്ല, വലിയ കുഴപ്പമൊന്നുമില്ലാത്തത് കൊണ്ട് ഞാനൊന്ന് അത്യാവശ്യം പുറത്തേക്ക് പോയിട്ട് വന്നതാണ്. അപ്പോഴും തൻ്റെ ഹൃദയാഘാതത്തിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ICUവിൽ ബോധം നഷ്ടപ്പെട്ട് കിടക്കുകയാണെന്ന കാര്യം ആ സ്വന്തം ജീവിത പങ്കാളിയെ ഓർമ്മപ്പെടുത്താനുള്ള ആ മനസ്സുപോലും ആ മനുഷ്യനില്ല. ആമിന ഉമ്മ എന്ന ആ മാതാവ് ക്രമേണ കീമോ കഴിഞ്ഞ് സർജറിയും കഴിഞ്ഞതിന് ശേഷം ആരോഗ്യത്തിലേക്ക് വീണ്ടെടുപ്പായി. അവസാനം ചികിത്സ കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇനി 1 മാസം കഴിഞ്ഞ് വന്നാൽ മതി. അല്ല, ഞങ്ങൾക്കിവിടെ വരാൻ ഇഷ്ടമാണ്. ഖാദർ സാഹിബ് പറഞ്ഞു, എൻ്റെ ജീവിത പങ്കാളിക്ക് ജീവൻ മടക്കി കിട്ടിയ ഒരു മണ്ണാണ് ഈ ഭൂമി. ഡോക്ടറെ കാണുമ്പോൾ മാനസികമായി സന്തോഷമുണ്ട്. ഈ പുതിയ കാലത്ത് വിവാഹബന്ധങ്ങൾ 1-2 മാസങ്ങളോ വർഷങ്ങളോ മാത്രം മുൻപോട്ട് പോകുമ്പോൾ 10-60-65 വയസ്സ് പ്രായമുള്ള ആ ഉപ്പയുടെയും ആ ഉമ്മയുടെയും ഒക്കെ ഹൃദയം മുറിഞ്ഞു പോകാത്ത സ്നേഹത്തിൻ്റെ നൊമ്പരങ്ങളുടെ കഥയാണ് ഡോക്ടർ BP ഗംഗാധരൻ അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പുകളിലൂടെ കണ്ണുനീരോടുകൂടി എഴുതുന്നത്. ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ആ സ്നേഹബന്ധത്തിൻ്റെ ഊഷ്മളതയാണ് ഈ സംഭവത്തിലൂടെ ഡോക്ടർ BP ഗംഗാധരൻ നമ്മുടെ മുന്നിൽ വരച്ച് കാണിക്കുന്നത്. ഈ പുതിയ കാലത്ത് സ്നേഹവും അതുപോലെ അടുപ്പവുമൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാകുമ്പോൾ പഴയ കാലത്ത് ജീവിച്ച ആ മനുഷ്യരുടെ സ്നേഹം നമ്മെ നന്മയിലേക്ക് വിളിച്ചോതുന്നു. പടച്ച റബ്ബ് എല്ലാ രോഗങ്ങളിൽ നിന്നും റബ്ബ് നമ്മെ സുരക്ഷിതമാക്കുമാറാകട്ടെ.